ഹായ്, ഇന്നത്തെ ഊണിന് നമുക്ക് ചെമ്മീൻ അയില പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് നല്ല ചെമ്മീനും അയിലയും കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ വെച്ച് നമുക്ക് റോസ്റ്റും അയില നമുക്ക് പൊരിക്കുകയും ചെയ്യാം. അപ്പോൾ ക്ലീനിങ് ആരംഭിക്കാം. ആദ്യം തന്നെ കിട്ടിയ മീനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെമ്മീൻ ക്ലീൻ ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. എന്നാലും കഴിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടെല്ലാം നമ്മൾ മറന്നു. കാരണം ചെമ്മീൻ റോസ്റ്റ് ചെയ്തതിന് നല്ല ടേസ്റ്റാണ്. അയലയ്ക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഏറ്റവും എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന മീനാണ് അയല. സിമ്പിളായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ചെമ്മീൻ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് മാറ്റാം. മീനൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ക്യാരി ബാഗുകൾ അപ്പം തന്നെ കഴുകി ഉണക്കാൻ വെക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കവറിന് മീനിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ലപോലെ ഉണങ്ങിയും കിട്ടും. ഹരിതകർമ്മസേനയ്ക്ക് ഈ കവറ് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യൽ ആരംഭിക്കാം. ഇത് കണ്ടോ, ഓരോ ചെമ്മീനും എടുത്ത് അതിൻ്റെ തലയും വാലും തൊണ്ടെല്ലാം നല്ലപോലെ മാറ്റണം. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഒരു 4 പോലത്തെ ഒരു സംഭവമുണ്ട്. അതാണ് ഈ ചെമ്മീൻ്റെ വേസ്റ്റ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയറുവേദന ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ചെമ്മീൻ ക്ലീൻ ചെയ്ത് മാറ്റുമ്പോൾ എന്താണെങ്കിലും ആ പാട്ട് അതിൽ നിന്ന് മാറ്റിയിരിക്കണം. കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നിർബന്ധമായിട്ടും ഇത് മാറ്റാതെ കറി വയ്ക്കരുതേ. കണ്ടോ, ഈ കറുത്ത കളറിലെ ഒരു നൂല് പോലുള്ള സംഭവം അതെന്താണെങ്കിലും നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അതും എടുത്ത് മാറ്റാൻ ശ്രമിക്കണം കേട്ടോ. ചില ആളുകൾക്ക് ചെമ്മീൻ കഴിച്ച് കഴിയുമ്പോൾ വയറുവേദനയൊക്കെ വരാറില്ലേ, ഈ സംഭവമാണ് അതിന് കാരണം. പിന്നെ അലർജി ഉള്ളവർക്ക് എന്താണെങ്കിലും ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും കുനുകുനെ അരിഞ്ഞ് ഇഞ്ചി ഇടുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക. അത് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കിനും കുറച്ച് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി, 2 സവാളയും കൂടി അരിഞ്ഞ് ചേർത്തതിന് ശേഷം 2 പച്ചമുളകും കൂടി ചേർക്കുക. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് സവാള നല്ല ബ്രൗൺ കളറാവുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ മഞ്ഞളിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക. പിന്നെ മുളക് പൊടി, ഇതെല്ലാം നല്ലപോലെ വഴറ്റി എടുക്കുക. നല്ലപോലെ മൊരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വേവിക്കാൻ വയ്ക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. ആ വെള്ളം നല്ലപോലെ വറ്റി വരണ്ട് വരുന്നവരെ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണേ. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ചേർക്കണം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയില പൊരിക്കാം. അയില പൊരിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള അയിലയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. മീൻ പൊരിക്കാനുള്ള സിമ്പിൾ മസാല റെഡി. നമുക്ക് മീൻ പൊരിക്കാമേ. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വയ്ക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്കും ഓരോ മീൻ വീതം ഇട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ മുരിച്ചെടുക്കുക. കറിവേപ്പിലിടാൻ മറക്കരുതേ, അത് മസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഊണ് കഴിച്ചാലോ. നല്ല ആവി പറക്കുന്ന കുത്തരി ചോറ്, അതിലേക്ക് ചെമ്മീൻ റോസ്റ്റ്, പിന്നെ പൊരിച്ച് വെച്ച അയില, പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ കറി. ആഹാ, സൂപ്പർ! ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ച് ഒരു ചെമ്മീൻ റോസ്റ്റൊക്കെ കൂട്ടി നമുക്കങ്ങ് കഴിക്കാം. അടിപൊളി! എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ, സൂപ്പറാണ്.